ഹായ് ഹലോ വണക്കം. വെൽക്കം ടു സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു തിയേറ്റർ റിലീസ് മൂവി അല്ല, മറിച്ച് OTT-യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. അതായത് 2016-ൽ റിലീസായ മൂവിയാണ്. ഞാൻ ഇതിപ്പോൾ സംസാരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് മൂവീസൊക്കെ ഇങ്ങനെ തപ്പുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ടൊരു ചിത്രമാണിത്. ചിത്രത്തിന്റെ പേര് ഞാൻ പറയാം, സം ടൈംസ്. നിങ്ങളിൽ ഒരുപാട് പേര് ഇത് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. സം ടൈംസ് ഒരു തമിഴ് ലാംഗ്വേജ് മൂവിയാണ്. ബട്ട് ഒരു മലയാള സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇതിന്റെ റൈറ്റർ ഡയറക്ടർ നമ്മളുടെ മലയാളത്തിന്റെ സ്വന്തം പ്രിയദർശൻ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരുപാട് ക്രൂ മെമ്പേഴ്സിനെ നോക്കിയിരുന്നാൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. കാരണം സമീർ താഹിർ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിമനോഹരമായ ഒരു സിനിമോട്ടോഗ്രാഫർ ഡയറക്ടറുമാണ്. സമീർ താഹിറാണ് ഇതിന്റെ DOP ചെയ്തിരിക്കുന്നത്. അതുപോലെ ബീന പോൾ ഇതിന്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ എന്താ പറയാ ഈ സിനിമയെ പറ്റി, ഐ വാസ് ക്യൂരിയസ് ഇൻ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ത്രില്ലർ മൂവിയിൽ ഒക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യില്ലേ, ഒരു ആകാംക്ഷ. ഇതൊരു സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയിൽ അത്രയധികം ക്യൂരിയോസിറ്റി ഉണ്ടാവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളുടെ പ്രിയദർശൻ സാറിന്റെ ഒരു കൈയൊപ്പ് എന്ന് വേണമെങ്കിൽ ഉറപ്പായും പറയാന്നുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇനിയും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ ടെലഗ്രാമിൽ, യൂട്യൂബിലും എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക. അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് സം ടൈംസ്. ഇനി കഥയുടെ ഒരു പ്ലോട്ടിലേക്ക് പോവുകയാണെങ്കിൽ, വളരെ ചെറിയൊരു ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതായത് ഒരു ക്ലിനിക്, ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ HIV ടെസ്റ്റിന് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ, ഒരു 5-6 കഥാപാത്രങ്ങൾ, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ HIV ടെസ്റ്റിന്, എലീസ ടെസ്റ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ പറഞ്ഞു പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഈ വന്നിരിക്കുന്ന HIV ടെസ്റ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുന്ന ഈ 5-6 കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ അണുബാധ പിടിപെടാൻ സാധ്യത ഉള്ളതെന്നൊക്കെ കാണിക്കുന്ന ഒരുപാട് ഇൻസിഡൻസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിനിക്കിനകത്ത് മാത്രം സംസാരിച്ചു പോകുന്ന ഒരു സ്ലോ പേസിൽ കടന്നു പോകുന്ന ഒരു നല്ലൊരു ക്യൂരിയോസിറ്റി ഒക്കെ നൽകുന്ന ഒരു മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഒരു ത്രില്ലർ എന്ന് പറയാം. ത്രില്ലർ ഡ്രാമ വിഭാഗത്തിലാണ് ഈ സിനിമ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുന്നു. കാരണം ഈ വന്നിരിക്കുന്നതിൽ ഒരാൾക്കാണ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത് റിസൾട്ട്. അപ്പോൾ അത് ആരാണെന്ന് അറിയാനായി പിന്നെ അവസാനം വരെ കാത്തിരിക്കുന്ന ഓരോരോ ആ നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങളുണ്ടല്ലോ, വളരെയധികം രസമായിട്ട്. അത് കാരണം ഇങ്ങനെ പറയുമ്പോൾ പോലും ചിലപ്പോൾ വളരെ നിസ്സാരമായ ഒരു സ്റ്റോറിയാണല്ലോ, ഇതിൽ എന്താണ് ക്യൂരിയോസിറ്റി ഇരിക്കുന്നത് എന്നൊക്കെ തോന്നാം. പക്ഷെ അദ്ദേഹം മേക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, പ്രിയദർശൻ സാർ, അതാണല്ലോ പ്രിയദർശനെ ഒരു ലെജൻഡറി ഡയറക്ടർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അത്ര മനോഹരമായിട്ട് അദ്ദേഹം ഇതിന്റെ ഫ്രെയിംസ് ഒക്കെ എടുത്തിരുന്നാൽ തന്നെ സമീർ താഹിറിന്റെ ആ ഒരു സിനിമോട്ടോഗ്രാഫി അതിമനോഹരമായിട്ട്. ഒരു ക്ലിനിക്ക് മാത്രമാണ് അതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ, പക്ഷെ ആ ക്ലിനിക്കിനുള്ളിൽ തന്നെ ഇത്രയധികം ഒരു രസകരമായ ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാമല്ലോ. അതുപോലെ അതിന്റെ കട്ട്സ്, അതിന്റെ എഡിറ്റ് ചെയ്തിരിക്കുന്ന ബീന പോൾ തീർച്ചയായിട്ടും കൈയടി അർഹിക്കുന്ന നല്ല എഡിറ്റിംഗ് തന്നെയായിരുന്നു. അതുപോലെ എടുത്തു പറയണമെങ്കിൽ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ തമിഴകത്തിന്റെ സിംഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ഇളയരാജയാണ് ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നും പാട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണുള്ളത്. പക്ഷെ ആ സ്കോറിംഗ് ആയിരുന്നിരുന്നാൽ തന്നെയും ഒരുപാട് വലിച്ചു വാരിയിട്ടുള്ള ഒരു സ്കോറിംഗ്, ഒരു പാറ്റേൺ അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സൈലൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആകാംക്ഷയൊക്കെ വരുന്ന, അടുത്ത് എന്താണെന്ന് അറിയേണ്ട ആ ഒരു സമയത്തൊക്കെ അദ്ദേഹം അതിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ട്രിങ്സ് ഒക്കെ ഉണ്ട്. ഒരു കോറസ് വയലിൻ്റെ ആ ഒരു മ്യൂസിക് ടോൺ ഒക്കെ ഉണ്ട്. അത് വളരെ രസമായിട്ട് അവിടെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ചെയ്തിരിക്കുന്ന അശോക് സെൽവൻ, അതുപോലെ പ്രകാശ് രാജ്, ഒരുപാട് പേര് അതിമനോഹരമായിട്ട് അവരെ റോളുകൾ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്, അസാധ്യമായിട്ട് തന്നെ. എനിക്ക് തോന്നുന്നു ഒരു മലയാളി ഡയറക്ടർ ചെയ്ത ഒരു സിനിമയാണെങ്കിൽ പോലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ആ ഒരു മലയാളം ടച്ചോ ഒന്നും തന്നെ ഫീൽ ചെയ്യാതെ ഒരു തമിഴ് സിനിമയുടെ ആ ഒരു ഫ്ലേവർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രിയദർശൻ ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ വളരെ രസമായിരുന്നു. കാരണം
ഈ ഒരാൾ ആരാണ് എന്നറിയാനുള്ള ആ ഒരു പ്രേക്ഷകരെ അതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഓരോരോ നിമിഷങ്ങളിലൂടെ അവസാനം ക്ലൈമാക്സിൽ എത്തി അത് ആരാണ് എന്ന് റിവീൽ ചെയ്യുന്ന ആ ഒരു നിമിഷം, ഞാനത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ട് തന്നെ അതിന്റെ ആ ഒരു ഫീല് മനസ്സിലാക്കുക. എന്തായാലും ഞാൻ ഇപ്പോ അടുത്തിടയ്ക്ക് കണ്ട ഒരു സിനിമയെ നൽകാത്ത നല്ലൊരു ഫീല് നൽകുന്ന ഒരു ഒരു അസാധ്യമായ ഒരു ചിത്രം, 2016 റിലീസായ സംടൈംസ് എന്ന ഈ ഒരു ചിത്രം. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ അടുത്തൊരു നല്ലൊരു സിനിമയുടെ ചൂടൻ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.